പ്രിയമുള്ള എൻ്റെ നല്ലവരായ മുസ്ലിമീങ്ങളോട് രണ്ട് വാക്ക്. ഓണം പോലെയുള്ള ആഘോഷ പരിപാടികൾ മാറി മാറി വരുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വാക്താക്കളായ നമ്മൾ മറ്റുള്ള മതസ്ഥരുടെ ആചാരങ്ങളിൽ പോയി ഇടപെടേണ്ട ആവശ്യം ഇല്ല എന്ന് നമ്മൾ ഓരോരുത്തരും വളരെയധികം നല്ലവണ്ണം ചിന്തിക്കണം. മറ്റുള്ള മതസ്ഥർ നമ്മുടെ ആഘോഷങ്ങളിൽ ഇടപെടുന്നത് നമുക്ക് എത്രത്തോളം അരോചകമായി തോന്നുമോ അത്രത്തോളം തന്നെ ശരിയായ ഹിന്ദുമത വിശ്വാസികൾക്ക് ഇതിലൊക്കെ അരോചകം തോന്നാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങളെ, മതസൗഹാർദ്ദം എന്ന വാക്കിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഓണത്തിൻ്റെ പേരിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതല്ല മതസൗഹാർദ്ദം. അതേസമയത്ത് ഓരോരുത്തരും അവരവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ആചാരങ്ങൾക്കനുസരിച്ച് നീങ്ങുകയും ആഘോഷങ്ങൾ അവരവർ ആഘോഷിക്കുകയും ചെയ്യാം. പക്ഷേ ആ ആചാരങ്ങൾ, മുസ്ലിമിൻ്റെ ആചാരം മറ്റുള്ളവരും, ഹിന്ദുക്കളുടെ ആചാരം അവരല്ലാത്തവരും, ക്രിസ്ത്യാനികളുടെ ആചാരം മറ്റു ഹിന്ദുക്കളും മുസ്ലിമീങ്ങളൊക്കെ കൊണ്ടാടുമ്പോൾ അതൊന്നും നീതീകരിക്കാൻ കഴിയുന്ന കാര്യവുമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നാം ശ്രദ്ധിക്കുകയും നമ്മുടെ മക്കളെയും നമ്മുടെ തലമുറയെയും നാം ശ്രദ്ധിക്കുകയും നമ്മൾ ജോലിസ്ഥലങ്ങളിലോ സ്കൂളുകളിലോ എവിടെയൊക്കെയോ കൂട്ടം കൂടി ആളുകൾ കൂടിയിട്ട് ഓണമല്ലേ, ഇന്ന് നമുക്കെല്ലാവർക്കും ഒരേ ഡ്രസ്സ് ധരിക്കാം, അല്ലെങ്കിൽ ഇന്ന് കുട്ടികളൊക്കെ ഇന്ന ഡ്രസ്സ് ധരിക്കണമെന്ന് പറയുമ്പോഴേക്ക് അതിൻ്റെ പിന്നിൽ നമ്മുടെ ഈമാനും നമ്മുടെ വിശ്വാസവും പണയപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് വളരെ സ്നേഹത്തോടുകൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആദർശത്തിൽ കോംപ്രമൈസ് ഇല്ല. പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും ഓതണമെന്ന് കൽപ്പിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട്? ആ സൂറത്തിൽ വലിയൊരു സംഭവമുണ്ട്, 7 ഔലിയാക്കളുടെ സംഭവം. ഈ 7 ഔലിയാക്കൾ എന്ന് പറയുന്നത് കുറേ നിസ്കാരവും കുറേ നോമ്പും കുറേ ദിക്ർ സ്വലാത്തുകളെ കൊണ്ടല്ല അവർ പ്രസിദ്ധരായത്. മറിച്ച് ആ ചെറുപ്പക്കാർക്ക് അവരുടെ സ്വന്തം വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം നാട് വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, ജീവൻ നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോൾ സ്വന്തം നാട് വിടേണ്ട സാഹചര്യം വന്നപ്പോൾ അവർ എല്ലാം ത്യജിച്ച് നാട് വിട്ടുപോയതിൻ്റെ പേരിൽ ആ യുവത്വത്തിൻ്റെ ചോരത്തിളപ്പിൻ്റെ കാലത്തും വിശ്വാസത്തിന് അത്രയും പ്രാധാന്യം കൊടുത്തതിൻ്റെ ഒരൊറ്റ കാരണത്താലാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പെടുന്നു എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ യുവത്വകാലത്ത് ഈ ആദർശത്തിനെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഈമാനിൻ്റെ പവർ നമുക്ക് വരുന്നത്. അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ആത്മാർത്ഥത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും മറ്റുള്ളവരെ സഹായിക്കുകയും സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്യണം. പക്ഷേ മറ്റുള്ളവരുടെ ആചാരത്തിൽ കൂടി കലരലല്ല മതസൗഹാർദ്ദം. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി ഇടപെട്ടതുപോലെ മാനുഷികമായ വിഷയങ്ങളിൽ പരസ്പരം ഇടപെടുന്നതിനാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു വാക്കിനെ ദുരുപയോഗം ചെയ്ത് ഓണാഘോഷ പരിപാടികളെ കൊണ്ടാടുന്നവർ നല്ലവണ്ണം ആലോചിക്കുക, നാം ശരിയായ നിലയ്ക്ക് ചിന്തിക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.